ശ്രീമതി ധന്യാരാമൻ, ഈ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട്, ആദിവാസികളോടൊക്കെയുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നിലപാട്, അവരുടെ സമീപനത്തിൽ മാറ്റം വരണം എന്ന് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണ്. വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഉന്നതമായ ജീവിത ബോധ്യങ്ങളോ ചിന്തയോ ഒന്നും തന്നെ മലയാളി സമൂഹത്തെ ഈ വിശാലമായ അർത്ഥത്തിൽ ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിൽ അവരുടെ മനസ്സ് വലുതാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇക്കാലം അത്രയുമെന്ന് നമുക്കറിയാം. പക്ഷേ സർക്കാർ അങ്ങനെയല്ലല്ലോ. സർക്കാർ ഈ സാമൂഹിക നീതി എന്നത് ഉറപ്പാക്കണമല്ലോ. സർക്കാർ ഒരു കുറ്റവാളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കണമല്ലോ. ആ നീതി നടപ്പാക്കൽ എന്ന പ്രക്രിയ കേരളത്തിൽ ഈ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഈ ആദിവാസികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ തിന്ന് വീർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് വലിയൊരു മാഫിയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അതിനകത്ത് സെക്സ്, മയക്കുമരുന്ന്, മദ്യം, പിന്നെ സമ്പാദ്യം, ഇവിടുത്തെ ബിസിനസ് മാഫിയ, ഇതെല്ലാം കണക്റ്റഡ് ആയി, രാഷ്ട്രീയം, ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ബിഗ് ബോസിൽ പോയ ശോഭ എന്ന് പറയുന്നൊരു സ്ത്രീക്ക്, ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമാണ്, അതിന് ആ സ്ത്രീ ആദിവാസി കുട്ടികൾക്ക് മാസ്ക് തയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് 1 കോടി രൂപ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തിട്ട് പോയി. 1 കോടി രൂപ. അവർ ഒരു മാസ്ക് പോലും തയ്ച്ചു കൊടുത്തില്ല. അവരൊരു കോളനി പോയിട്ടില്ല. അവർക്കെതിരെ ഒരു എൻക്വയറി ഇല്ല. ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരെ, ഇവിടെ ഏതോ ഒരു മാഫിയ ഉണ്ട്. രാഷ്ട്രീയത്തിനും ഈ സംസ്ഥാന സർക്കാരിനും അതീതമായിട്ട് അവരാണ് ഈ SC/ST ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളുടെ പെട്രോൾ പമ്പുകൾ, ഗ്യാസ് ഏജൻസികൾ 800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഫീൽഡിൽ നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ആർക്കും അതില്ല. അപ്പൊ 800 കോടി രൂപ കൈപ്പറ്റി വെച്ചിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ ഇങ്ങനെ എപ്പോഴും മർദ്ദിച്ചും ഇങ്ങനെ അങ്ങനെ അവശരാക്കി ഇടണം എന്നുള്ളത് ഇവിടുത്തെ അതിനെ മറികടക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തിന് കഴിയുന്നില്ല, ഭരണത്തിന് കഴിയുന്നില്ല. കാരണം ആ മാഫിയ അത്രയും ശക്തമാണ്, വളരെ ശക്തമായിട്ടുള്ള. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, CPM-ല് PKS, AKS എന്ന് പറഞ്ഞ 2 സംഘടനകളുണ്ട്. പട്ടികജാതി ക്ഷേമ സമിതി, ആദിവാസി ക്ഷേമ സമിതി. ഇതിൽ കരുത്തരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, എനിക്കറിയാവുന്ന നേതാക്കന്മാരുണ്ട്. PKS-ന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുനിലേട്ടനടക്കം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് ചെയ്യാൻ നല്ല ബാക്ക് ബോൺ ഉള്ളവരാണ്. പക്ഷേ ഈ CPM-ലെ ഒരു പുറംപോക്കായിട്ടാണ് AKS-ഉം PKS-ഉം ഇന്നും കിടക്കുന്നത്. അവരെ ഒരു സ്പേസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവരിൽ നിന്ന് ഇപ്പൊ ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തു. എത്ര ഏരിയ സെക്രട്ടറിമാർ ഒരു ആദിവാസി, ഒരു ദളിതൻ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ടോ? എവിടെയാണ്? ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ നീതി, നമ്മൾ എന്താണ് പറയുന്നത്, സാമൂഹ്യ നീതി എന്ന് പറയുമ്പം ഞങ്ങൾ എല്ലാ സ്പേസിലും ഞങ്ങളെ കാണണം. ആ എല്ലാ സ്പേസിലും ഞങ്ങൾ ഉണ്ടോ? ആ ഞങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഞങ്ങൾ അടിച്ചമർത്തുന്നതല്ല. ഞങ്ങൾ ഇത് ഒരിക്കലും മാനസികമായിട്ട് ഒരു വളർന്നു വരരുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്കെതിരെയുള്ള ഓരോ ഇടവിട്ട് ഓരോ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള മാഫിയ. നമുക്ക് അങ്ങനെ പൂട്ടാൻ പറ്റില്ല. ഇപ്പൊ കോടതി, ഇപ്പം പോലീസിലെ ഒരു കാര്യം ഞാൻ പറയാം. മൂന്നാർ MRS-ല് ഒരു അബ്ദുൾ സത്താർ എന്ന് പറഞ്ഞൊരു വാച്ച്മാൻ ആദിവാസി കുട്ടികളെ, ബോയ്സിനെ രാത്രി ഷർട്ട് ഊരിയിട്ട് ആ തണുപ്പത്ത് മർദ്ദിച്ച് മൂന്നാർ DYSP കേസെടുത്ത് കുറച്ചുകൾ ഇരുന്നപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തു. വീണ്ടും DYSP ആ കേസ് കോഷ് ചെയ്ത് കളഞ്ഞു. കേസില്ല. ഈ കുട്ടികൾ പോലും അറിഞ്ഞിട്ടില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെടുമ്പം ആ കാര്യം റിസൾട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ അതിനിടയിൽ ഒരു ശക്തി അതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ശ്രീമതി ധന്യാരാമൻ, ഇതിപ്പോൾ ഈ ആദിവാസി വിഭാഗത്തിനെതിരായിട്ടുള്ള ഈ ഇത്തരം അതിക്രമങ്ങൾ മാത്രമല്ല, ഇപ്പോ നവജാത ശിശുക്കൾ മരിക്കുന്നത്, ഈ ശിശുമരണ നിരക്ക് നോക്കുമ്പോൾ, അതല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ചികിത്സ കിട്ടാതിരിക്കുന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ വനം വകുപ്പ് അവരുടെ കുടിലുകളും ഈ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ വാസസ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, ആദിവാസികളെ സ്ഥിരം കുറ്റവാളികളെന്ന രീതിയിൽ പരിഗണിക്കുന്ന സാഹചര്യം, കള്ളും കഞ്ചാവും മാഫിയയുടെ പിടിയിലായി വീഴുന്ന ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ അവരൊരു വോട്ട് ബാങ്ക് അല്ല, അല്ലെങ്കിൽ ഭരണത്തെ നിശ്ചയിക്കുന്ന പ്രധാന ശക്തികളുടെ ഭാഗമായി ആദിവാസികൾ വരുന്നില്ല എന്നതുകൊണ്ടാണോ ശ്രീമതി ധന്യാരാമൻ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? അതായത് കുറച്ച് നാൾ മുന്നേ കരമനയിൽ ഒരു പട്ടികജാതി യുവാവിനെ തലയിൽ കല്ലെടുത്തിട്ടിച്ച് 3 പേര് കൂടി കൊല്ലുന്ന ഒരു ദൃശ്യം നമുക്ക് വീഡിയോ വഴി വൈറലായി. അവരെ അറസ്റ്റ് ചെയ്തു 3 പേരെ. അപ്പോൾ അവർ പറഞ്ഞത്, പെട്ടെന്ന് പോലീസ് പറഞ്ഞു ഇവർ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ലഹരി വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യും. ഞങ്ങളുടെ എന്ത് പ്രശ്നവും ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഞങ്ങൾ പോയാൽ ഞങ്ങൾക്ക് വാല്യൂ ഇല്ല. ഞങ്ങളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്.
അപ്പൊ അത് പിന്നെ ഇത് എൻക്വയറി നടക്കുമ്പോൾ ഈ മരിച്ചുപോയ പയ്യൻ ഏതെങ്കിലും ലഹരിന്റെ ഭാഗമായിരുന്നോ എന്ന് പോലീസ് ഒരിക്കലും പറയുന്നില്ല. അതൊരിക്കലും കോടതി ചോദിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ ഒരു വിഷയം കോടതിയിൽ എത്തുമ്പം ജഡ്ജിമാരെ കളിയാക്കുന്ന ജഡ്ജിമാരുണ്ട്. ഈ തിരുവനന്തപുരം നെടുമങ്ങാട് SC/ST കോർട്ടിലെ ജഡ്ജിയൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അയാളെയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങൾ ഒരു വാദി അവിടെ പോയി നിൽക്കുമ്പോൾ ഞങ്ങൾ കളിയാക്കണം. നിങ്ങൾ ആരാണ് കളിയാക്കിയത്? നിങ്ങൾ ആ സമയത്ത് എന്ത് ഡ്രസ്സാണ് കളറാണ് ഇട്ടിരുന്നത്? KPMSന്റെ പച്ചക്കൊടി. ശരി, നമുക്ക് നിങ്ങളുടെ KPMSന്റെ പച്ചക്കൊടി നമുക്ക് അങ്ങ് കോമൺ ആക്കിയേക്കാം, നമുക്ക് അതങ്ങ് യൂണിഫോം ആക്കിയേക്കാം. ഈ രീതിയിലൊക്കെയാണ് ഒരു ജഡ്ജി സംസാരിക്കുന്നത്. നമ്മളെ മാനസികമായിട്ട് തകർക്കും. ഞങ്ങൾക്ക് പോലീസിലും വിശ്വാസമില്ല, ഇപ്പം കോടതിയിലും വിശ്വാസമില്ല. നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. 2022-23 കാലഘട്ടത്തിൽ പോലീസിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഒരു അട്രോസിറ്റി കേസും രജിസ്റ്റർ ചെയ്യാത്ത തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇപ്പം മനോജ് എബ്രഹാം വന്ന ശേഷം ഇനി എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അതിന് മുന്നേയുള്ള 2 വർഷം ഒരൊറ്റ അട്രോസിറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട, സാമൂഹ്യ പ്രവർത്തകർ കോളനികളിൽ പോകേണ്ട, ഞങ്ങളുടെയൊക്കെ യാത്രകളെ പോലും മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഞങ്ങൾ ആ ജനമൈത്രി പോലീസിന്റെ വിസിറ്റ് പോലും ഞങ്ങൾക്ക് ആ സപ്പോർട്ട് പോലും ഇല്ലാതാക്കി. ഇവിടെ പല രീതിയിലുള്ള എന്താ പറയണ്ടേ അടിച്ചമർത്തലുകൾ എല്ലാ തലത്തുനിന്നും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ വെഞ്ഞാറുമൂട് ഒരു സ്ഥലത്ത് ഒരു CPIയുടെ ലോക്കൽ സെക്രട്ടറി ഇപ്പോഴല്ല മുൻപ് ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്തു. ആ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അപ്പൊ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്നവരാണ്. അയാൾ കേസ് എടുത്തില്ല. 6 മാസം കഴിഞ്ഞാണ് പോലീസ് ഇത് അറിഞ്ഞത്. ഞങ്ങളൊക്കെ ഇടപെട്ട ശേഷമാണ് കേസ് എടുക്കുന്നത്. കേസ് എടുത്ത ശേഷം തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയാൾ റിമാൻഡിലാവുന്നു. അയാളുടെ ബന്ധുക്കളൊക്കെ ആ ചുറ്റുവട്ടത്തുണ്ട്. ഒരു പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു കുടുംബം താമസിക്കുകയാണ്. ഞങ്ങളുടെ ദുർബലമായിട്ട് അമ്മയും 3 പെൺകുഞ്ഞുങ്ങളും, അത് കൊച്ചു എല്ലാ അമ്മയും മക്കള് കൊച്ചു ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഭയങ്കര പ്രതികരണ ശേഷിയില്ല. പേടിച്ചിട്ട് തന്നെ ഒരു കേസ് എടുക്കാൻ റേപ്പ് ചെയ്യപ്പെട്ടിട്ട് 6 മാസമായി കുട്ടി മാനസിക രോഗിയായിപ്പോയി. ഇത്രയും പ്രശ്നമുള്ളപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യുമായിരുന്നു പോലീസുകാരെയും കൊണ്ട്. അത്തരത്തിലുള്ള യാത്രകളെ പോലും ആ വിസിറ്റിന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള വിസിറ്റിനെ പോലും ജനമൈത്രി പോലീസ് പിന്തുണച്ചില്ല. കഴിഞ്ഞ 2 വർഷം ധന്യ പറഞ്ഞ പോലെ ധാരാളം കേസുകൾ കേരളത്തിൽ നമുക്ക് എടുത്തു കാണിക്കാനുണ്ട് ഇതുപോലെയുള്ള. ഞാൻ 1 മിനിറ്റ് ധന്യ, ശ്രീ റെജി ലൂക്കോസ്, നമ്മുടെ ഈ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ ശ്രീ റെജി ലൂക്കോസ്, എന്താണ് ഈ കേസിലെങ്കിലും ഇതിൽ പ്രതികൾ പിടിക്കപ്പെടുക, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക, മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കുക, ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ്, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുക, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരമേഖല ADGP അവരെ വലയിലായിരുന്നുള്ള സൂചനയാണ് തരുന്നത്. അവർ ഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെ കർശനമായ രീതിയിൽ അവരെ പോലീസ് പിടിക്കും. ഇപ്പൊ താൽക്കാലിക പട്ടണങ്ങളിൽ ഒളിവിൽ നിൽക്കുന്നുണ്ടല്ലോ, അവർ പോലീസിന് വലയിലാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ പോലീസിന് വലയിലായി അവരെ അറസ്റ്റ് ചെയ്താൽ അവർക്കുള്ള ശിക്ഷ കർശനമായിട്ട് വാങ്ങിച്ചു കൊടുക്കണം കോടതിയിൽ നിന്നും. അല്ലാതെ ഇടയ്ക്ക് വെച്ച് ആ താളം തെറ്റി ഇവരെ ആരെങ്കിലും സംരക്ഷിക്കുന്നത്. കേരളത്തിലെ ഒരു വ്യക്തി, ഒരു പോലീസ്, ഒരു അഭിഭാഷകനും ഇത്തരക്കാർക്ക് വേണ്ടി ഹാജരാകരുത്. അത് തന്നെ ഒരു വലിയൊരു സേവനമായിരിക്കും അഭിഭാഷകർ ചെയ്യുന്നത്. ഈ പാവപ്പെട്ട ഈ മധുവിനെ പ്രതികളെ രക്ഷപ്പെടുത്താനൊക്കെ കോടതിയിൽ ഹാജരായ അഭിഭാഷകരെ പോലും സമൂഹം പുരസ്കരിച്ചിരുന്നു. അപ്പൊ ഇതുപോലുള്ള ക്രൂരമായ അട്രോസിറ്റികൾ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലും കേരളത്തിൽ ഹാജരാകരുത്. അപ്പോൾ ഇവരുടെ ഏതായാലും ശ്രീ റെജി ലൂക്കോസ്, ഈ മാദനെ ഉപദ്രവിച്ചവരെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് ഇന്ന് നമ്മുടെ ഒരു ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ അതിക്രമം നടത്തിയവരെ പോലീസ് പിടികൂടുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർ ശിക്ഷിക്കപ്പെടുന്നെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും എന്ന് നമുക്ക് കരുതാം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. സാമൂഹിക നീതി എന്ന് നടപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് പ്രാഥമികമായി.